സർക്കാർ ധനസഹായത്തോടെയുള്ള ഭവന പദ്ധതികളിലെ വീടുകൾ വിൽക്കുന്നതിന് പുതിയ നിബന്ധനയുമായി സർക്കാർ. ലൈഫ് PMAY പദ്ധതിയിൽ ഉൾപ്പെട്ട വീടുകൾ വിൽക്കാൻ 12 വർഷം കഴിയണം. നേരത്തെ ഉണ്ടായിരുന്ന 7 വർഷത്തെ കാലാവധിയാണ് ഇപ്പോൾ 12 വർഷമായി നീട്ടിയിരിക്കുന്നത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാറ്റം? ഉന്മേഷ, സർക്കാർ സഹായത്തോടെ ലഭ്യമാക്കുന്ന വീടുകൾ ഈ കൈമാറ്റം ചെയ്യുന്നത് വ്യാപകമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു നിബന്ധന സർക്കാർ കൊണ്ടുവരുന്നത്. നേരത്തെ 7 വർഷം കഴിഞ്ഞാൽ സർക്കാർ ധനസഹായത്തോടെ ലഭിക്കുന്ന വീടുകൾ കൈമാറ്റം ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത് മറ്റൊരാൾക്ക് വിൽക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ കാലാവധി അല്ലെങ്കിൽ ഈ സമയപരിധിയാണ് ഇപ്പോൾ 12 വർഷമായി നീട്ടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് തദ്ദേശ വകുപ്പ് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ലൈഫ് പദ്ധതികൾക്കും PMAY പദ്ധതികൾക്കും ഈ നിബന്ധന ബാധകമാണ് എന്നതാണ് സർക്കാർ പറയുന്ന കാര്യം. മറ്റൊന്ന്, ഈ ഉത്തരവിൽ പരാമർശിക്കുന്നത് ഈ ലൈഫ് പദ്ധതിയുടെ ഉദ്ദേശശുദ്ധിയെ പോലും ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം 7 വർഷത്തെ സമയപരിധി എന്നത് ഇതിന്റെ ഉദ്ദേശശുദ്ധിയെ ബാധിക്കും. അതുകൊണ്ടാണ് ഇത് ഈ സമയപരിധി 12 വർഷമായി നീട്ടിയത് എന്നുള്ളൊരു വിശദീകരണത്തോടെയാണ് സർക്കാർ ഈ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായാൽ അത് മുൻകൂർ അനുമതിയോടുകൂടി തന്നെ ആ വീടുകൾ കൈമാറ്റം ചെയ്യാനുള്ള ഒരു അനുമതി സർക്കാരിൽ നിന്ന് ലഭ്യമാകും. ഇതിന് സർക്കാർ പുറപ്പെടുവിക്കുന്ന കൃത്യമായുള്ള നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും പാലിച്ചാൽ പ്രത്യേക സാഹചര്യത്തിൽ ഇത് 12 വർഷം എന്ന സമയപരിധിക്ക് മുമ്പ് തന്നെ കൈമാറ്റം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമെന്നും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.